ഹായ് ഹലോ എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീക്കെൻഡ് വ്ലോഗാണ്. ഞായറാഴ്ചയാണ്. കുറേ ദിവസമായി എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവരുടെ ഫീഡിംഗ് ഒക്കെ ഫുള്ളായിട്ട് നിർത്തി അവരുടെ ഡെയിലി റുട്ടീനൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയതുപോലെ അത്ര പോലും സമയം ഇപ്പോൾ കിട്ടുന്നില്ല. ഞായറാഴ്ച രാവിലെ നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് അവരുടെ കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കുക്കർ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നോർത്ത് അതിനുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ കാണിച്ച മസാലയൊക്കെ കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അറബിക് മസാല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ ഗരം മസാലയും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് പുരട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു 2 ഡ്രൈ ലെമണും കൂടി ഇട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. അത് വേകാൻ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ അപ്പുറത്ത് അവർ ടി വി കാണുന്നുണ്ട്. അവർ കണ്ടിറങ്ങുന്നതിന് മുന്നേ എൻ്റെ പണിയൊക്കെ തീർക്കണം. അപ്പോൾ അതിനോട്ട് ഇനി അരച്ചൊഴിക്കാനുള്ള കുറച്ച് തക്കാളിയും സവാളയും കുറച്ച് സാധനങ്ങളുണ്ട്. അതുമൊക്കെ ഒന്ന് റെഡിയാക്കി അരച്ച് ഒഴിച്ച് റൈസും കൂടി ഒന്ന് കഴുകിയിട്ടിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന് റൈസ് തീർന്നതുകൊണ്ട് പുതിയ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ എല്ലാം അടുപ്പിൽ കയറ്റി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ തലാണയുടെ കവറൊക്കെ ചീത്തയായിപ്പോയി. അപ്പോൾ അവർക്ക് 2 തലാണ കവർ തയ്ക്കാനെ കൊണ്ടുണ്ടായിരുന്ന ഒരു തലാണ കവർ വെട്ടി അതിൻ്റെ ഒരു പരുവത്തിനെടുക്കാനെ കൊണ്ടിട്ടുള്ള പരിപാടിയാണ്. അവർ കുഞ്ഞുങ്ങൾ ടി വി ഒക്കെ കണ്ടിറങ്ങി അവർ രണ്ടും കൂടി ഇരുന്ന് വലിയ കുഴപ്പമില്ലാതെ ഭയങ്കര സഹകരണത്തിലിരുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് കളിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഇതുപോലത്തെ കുഞ്ഞു പരിപാടികൾ ചെയ്യാൻ പറ്റുന്നത്. കുറേ നേരം കളിയുടെ ശ്രദ്ധയിലായിരുന്നുകൊണ്ട് ഞാൻ വന്നിരുന്ന് കട്ട് ചെയ്യുന്നത് 1-2 പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തിക്കുട്ടൻ ഇപ്പോഴും ഒന്നും അറിയുന്നില്ല. ഭൂമി പക്ഷേ ഞാൻ മിക്സ് ചെയ്യുന്നു. മെഷീൻ ഓൺ ആക്കിയപ്പോഴത്തേനെ അവൻ സൗണ്ട് കേട്ട് വന്ന് പിന്നെ എൻ്റെ കൂടെ കയറിയിരുന്ന് അവനും കൂടി തലാണ കവർ തയ്ക്കാനെ കൊണ്ട് ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവർ കിടന്ന് ഉറങ്ങി. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയ റൈസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിച്ചിരി കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ടേസ്റ്റ് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ റെഡിയായി. നമുക്ക് 2 ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു. ഓക്കെ ബൈ. പിന്നീട് കാണാം. അങ്ങനെ അവർ വന്നിട്ട് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് പോയി. വൈകിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് നമ്മുടെ സ്ഥിരം മേച്ചിൽപ്പുറമായിട്ടുള്ള ഷാർജ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഗ്രൗണ്ടിലോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കളിക്കാനെ കൊണ്ടുപോയി. അവിടെ പോയി കളിക്കുന്ന ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഓടിക്കളിക്കാനൊക്കെ നമുക്ക് സേഫായിട്ട് വിടാമെന്ന് ഓർത്തിട്ട് നമ്മളും അവിടെയാണ് വീക്കെൻഡൊക്കെ വരുമ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പോകുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ചെന്നു, കുറേ നേരം കളിച്ചു. സാധാരണ എപ്പോഴും വരുമ്പോൾ ഇച്ചിരി സന്ധ്യയായിട്ട്, ചൂടായിരുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി സന്ധ്യയായിട്ടേ ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ ഓടുന്നതെന്ന് വെച്ചാൽ ഓടുമ്പോൾ അവിടെ കുഞ്ഞു പക്കി പോലത്തെ സാധനമൊക്കെ പറക്കുന്ന കണ്ടിട്ട് അതിൻ്റെ പുറകെയുള്ള ഓട്ടമാണ് പുറ്റിക്കുട്ടൻ. നേരത്തെ പോയതുകൊണ്ട് കുറേ നേരം നമ്മൾ ഇതുപോലെ ബോൾ കളിച്ചു. അത് കഴിയുമ്പോൾ അവർ കുറേ നേരം അവർ 2 പേരുമായിട്ട് ഓടിക്കളിക്കും. പിന്നെ നമ്മൾ പിടിക്കാൻ ഓടിക്കും. ഇതൊക്കെ തന്നെ കുറേ നേരം സന്ധ്യ ആകുന്നിടം വരെ നമ്മൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫ്ലൈറ്റ് പോകുന്നത് നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ അതും അവർക്ക് ഹാപ്പിയാണ്. അങ്ങനെ മൊത്തത്തിലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന്. ഇവിടെ പോയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കട്ടിലേ കിടന്ന് കളിക്കുന്ന കൂട്ടാണ് 2 പേരും കൂടി ഓടൽ, മറിഞ്ഞ് വീഴൽ, അതിനകത്ത് കിടന്ന് ഉരുളൽ, പോച്ചയ്ക്കകത്ത് കിടന്ന് ഉരുളൽ. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒരു ലോഡ് അഴുക്ക് കാലിലും ദേഹത്തും മൊത്തം കാണും കുളിപ്പിച്ചിറക്കി എടുക്കാനെ കൊണ്ടിട്ട്.
അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കളികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞിക്കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.